ബന്ധം പരിശുദ്ധിയിൽ തെളിയുമ്പോൾ, സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ അത് ദൈവികമായിട്ട് മാറും. ആ ബന്ധം അശുദ്ധിയിലേക്ക് പോകുമ്പം ആസക്തിയും സ്വാർത്ഥതയും അകൽച്ചയായിട്ട് മാറും. സ്വാർത്ഥതയുടെ ബന്ധങ്ങള് ശരിക്കുള്ള ദൈവിക ബന്ധങ്ങളല്ല, അത് അശുദ്ധമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന പൊതുശീർഷകത്തിലുള്ള വചന വിചിന്തന പരമ്പരയുടെ 11ാമത്തെ ഈ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷൻ നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥനയുടെ പ്രാരംഭ സംബോധനയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. പിതാവേ എന്ന ഒരു വാക്ക്, അത് ഉൾക്കൊള്ളുന്ന 2 മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചു. ദൈവം ആരാണ് നമുക്ക് ഈശോ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പിതാവായിട്ടുള്ളത്. 2, നമ്മൾ പിതാവെന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആരാണ് ദൈവത്തിന്റെ മക്കള്. ആ ഒരു വിഷയം നമ്മൾ എടുക്കുകയുണ്ടായി. ഇത് നമ്മളിപ്പോൾ കാണുന്നത്, ഇന്നത്തെ ഈ സെഷൻ നമ്മൾ കാണുന്നത്, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ എന്നുള്ള സംജ്ഞ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് യഥാർത്ഥത്തിൽ അവകാശമുള്ളത് ഈശോയ്ക്ക് മാത്രമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുവെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഉറക്ക നിലവിളിക്കുന്ന ഈശോ നമ്മൾ കാണുന്നുണ്ട്. ഉദ്ധിതനായ ഈശോ മഗ്ദലനാമത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പസ്തലരുടെ മക്കളിലേക്ക് അറിയിപ്പ് കൊടുക്കാനായിട്ട് പറയുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ഞാൻ ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുവിൻ എന്നെടുത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയാണ് പിതാവായ ദൈവത്തിന്റെ ഏകജാതൻ, ആദിജാതൻ. എന്നാൽ നമുക്കറിയാം, നാം അവിടുത്തെ സൃഷ്ടികളാണെങ്കിലും ദൈവം നമ്മെയും തൻ്റെ പുത്രനിലൂടെ അവിടുത്തെ മക്കളായിട്ട് ദത്തെടുത്തു. എഫെസോസ് ലേഖനത്തിന്റെ 1ാമത്തെ അധ്യായത്തില് 3 തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നല്ലോ: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അപ്പൊ പിതാവായ ദൈവം യഥാർത്ഥത്തില് അടിസ്ഥാനപരമായി ആത്യന്തികമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാണ്. യേശു ക്രിസ്തുവിന്റെ പിതാവാണ്. 4ാം വാക്യം: തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. യേശു ക്രിസ്തു വഴി നാം ഓരോരുത്തരും അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നും. അവിടുന്ന് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏകപുത്രൻ, 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ ഈശോ, പരിശുദ്ധാത്മാവ് ദൈവം. അങ്ങനെ ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം സൃഷ്ടികളാണ്. പക്ഷെ നമ്മൾ ഇവരെ സൃഷ്ടികളാണെങ്കിലും ഇവരെ സൃഷ്ടികളായ അവസ്ഥയിൽ അവഗണിക്കാനല്ല, തന്റെ പുത്രക്കടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്താനാ ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്തിന്, സ്നേഹത്തിന് ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചത്. യോഹന്നാൻ സുവിശേഷം 1ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചതാണ്. തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്നവര്, സ്വീകരിക്കുന്നവര്, സ്നേഹിക്കുന്നവര്, കൽപ്പന പാലിക്കുന്നവര്, അവർക്കെല്ലാവരും ദൈവം വെച്ചിരിക്കുന്നതായ സ്ഥാനം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുക എന്നുള്ളതാണ്. ദൈവത്തിനായിട്ട് മാറുക എന്നുള്ള പ്രയാസം കാണുകയുണ്ടായി. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായിട്ട് മാറുമ്പോൾ അത് വ്യക്തിപരമായി നമ്മൾ സ്വന്തമാക്കുന്ന ഒരു കാര്യമല്ല. ഈശോയിലൂടെ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ക്രമീകരിച്ച പദ്ധതിയുടെ ഭാഗമാണ്. അവിടെ നമ്മൾ ദൈവത്തിന്റെ മക്കളിലേക്ക് വരുമ്പോൾ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് ഈശോയെപ്പോലെ വിളിക്കാനുള്ള അവകാശം സംഘാതമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ അവിടുത്തെ പിതാവേ എന്ന് വിളിക്കാൻ ദൈവമക്കൾ എന്ന കൂട്ടായ്മയിലാണ് അവകാശം നേടിയിരിക്കുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, ദൈവത്തിന്റെ പക്കലേക്ക് നമ്മൾ വരുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിൽ വിശ്വസിക്കുന്നതും വചനം സ്വീകരിക്കുന്നതും എല്ലാം വ്യക്തിപരമായിട്ടാണ്. വ്യക്തിപരമായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഈ ശപസരന്മാരെ വിളിക്കുമ്പോൾ, യോഹന്നാന്റെ പുത്രനായ ശമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു, ഫിലിപ്പ് നീ എന്നെ അനുഗമിക്കുക, മത്തായി നീ എന്നെ അനുഗമിക്കുക, വ്യക്തിപരമായിട്ട് പേര് പറഞ്ഞ് വിളിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 10ാമത്തെ അധ്യായത്തിൽ ആദ്യ വാക്യത്തിൽ കാണാം, ഇടയൻ തന്റെ ആടുകളെ എല്ലാം പേര് ചൊല്ലി വിളിക്കുന്നു. അവ ഇടയനെ വ്യക്തിപരമായിട്ട് അറിയുന്നു.
അതുകൊണ്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായിട്ട് വിളിക്കുന്നത്, നാം ഓരോരുത്തരും ദൈവത്തെ വ്യക്തിപരമായിട്ടാണ് അറിയുന്നതും അനുഗമിക്കുന്നതും. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് നമ്മൾ തിരുസനത്തിൽ നമ്മൾ പൂർത്തീകരിക്കുന്നത്, നമ്മുടെ സമ്മാനം നേടുന്നത് വ്യക്തിപരമായിട്ടാണ്. എങ്കിൽ വ്യക്തിപരമായി നമ്മൾ വിളി സ്വീകരിച്ച് ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ സംഘാതമായിട്ടാണ് ആ അനുഭവത്തിൽ ആഴപ്പെടുന്നതും നിലനിൽക്കുന്നതും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ വിളിക്കുന്ന ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 254 നമ്പറില് സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ദൈവം ഏകനാണ് എങ്കിലും അവിടുന്ന് ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. There is a we in God. നമുക്ക് നമ്മുടെ സദൃശത്തിന് ഛായയില് മനുഷ്യൻ സൃഷ്ടിക്കാം. സൃഷ്ടിയുടെ അവസ്ഥ ദൈവം സ്വയം തന്നിലെ കൂട്ടായ്മയിലാണ് ആലോചിക്കുന്നത്. ദൈവം കൂട്ടായ്മ ആയതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മയുടെ ഒരു ചൈതന്യമുണ്ട്. ഈ പ്രപഞ്ചം, ഈ സൃഷ്ടപ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഒന്നിനും നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല. മരങ്ങള്, ഫലങ്ങള് പുറപ്പെടുവിക്കുന്ന പക്ഷികള്, ജീവജാലങ്ങള്, നമ്മൾ മനുഷ്യര്, പ്രകൃതി, മഴ, വെയില്, വെള്ളം, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്കറിയാം, പ്രപഞ്ചം ഭൂമിക്ക് പുറത്തേക്ക് നോക്കിയാലും ഭൂമി സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്, ചന്ദ്രൻ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട അവസ്ഥയാണ്. ഇത് നമ്മുടെ തന്നെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, പല അവയവങ്ങൾ നമുക്കുണ്ട്, കണ്ണും കാതും കൈയും എല്ലാം. പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ്. ഒരു അവയവത്തിനും ഒറ്റയ്ക്ക് നിലനിൽക്കാനോ പ്രവർത്തിക്കാനോ കൂടുതലാകാനോ പറ്റത്തില്ല. അങ്ങനെ ബന്ധത്തിന്റെ വലിയൊരു ആന്തരിക ശൈലി ദൈവത്തിന്റെ സൃഷ്ടികൾ മുഴുവനും ദൈവം വധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ദൈവം തന്നെ ബന്ധമാണ്. കാണുകയുണ്ടായി, ദൈവത്തിന്റെ പേര് അവിടെ ഈശോ വഴി വെളിപ്പെടുത്തിയത് ബന്ധത്തിന്റെ വാക്കുകളിലൂടെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ ബന്ധം പരിശുദ്ധിയിൽ തെളിയുമ്പോൾ, സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ അത് ദൈവികമായിട്ട് മാറും. ആ ബന്ധം അശുദ്ധിയിലേക്ക് പോകുമ്പോൾ ആസക്തിയും സ്വാർത്ഥതയും അകൽച്ചയായിട്ട് മാറും. സ്വാർത്ഥതയുടെ ബന്ധങ്ങള് ശരിക്കുള്ള ദൈവിക ബന്ധങ്ങളല്ല, അത് അശുദ്ധമാണ്. ഇപ്രകാരമുള്ള ബന്ധം പരിശുദ്ധിയില്, സ്നേഹത്തില് ആഴപ്പെടുന്നതാണ് ക്രൈസ്തവ ആത്മീയത, ത്രിത്വിക ദൈവ ആത്മീയത എന്ന് പറയുന്നത്. കാരണം ദൈവം 3 വ്യക്തികൾ ഒരുമിച്ചായിരിക്കുന്നത് പരിശുദ്ധിയിലാണ്, സ്നേഹത്തിലാണ്, മാക്സിമം ഒന്നായിട്ടാണ്. ഇതാ നമുക്കുള്ള വിളി. അപ്പൊ നമ്മളുടെ ക്രൈസ്തവ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ മോഡൽ എന്ന് പറയുന്നത് ത്രിത്വിക ദൈവത്തിന്റെ ആന്തരിക ജീവിതമാണ്. ട്രിനിറ്റേറിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയും. ത്രിത്വിക ദൈവത്തില് പരിശുദ്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മലാഖമാർ ദൈവത്തെ കാണുമ്പോഴെല്ലാം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധി സ്നേഹത്തിലാണ് പ്രകടമാകുന്നത്. ഇവിടെ യോഹന്നാൻ അനുഭവിച്ചിട്ട് പറഞ്ഞു, ദൈവം സ്നേഹമാണ്. ആ പരിശുദ്ധമായ സ്നേഹം അതിന്റെ മാക്സിമത്തിലായിരിക്കുന്ന കൊണ്ട് 3 വ്യക്തികളാണെങ്കിലും 3 വ്യക്തികളും കൂടെ ഒരു ദൈവമാണ്. അവിടെ ദൈവം ഏകനാണെന്ന് പറയുന്നു. ഈ 3 സവിശേഷതകളും നമ്മുടെ ആത്മജീവിതത്തിലും മാനദണ്ഡമായിട്ട് നിലകൊള്ളുകയാണ്. അപ്പൊ നമ്മളുടെ ജീവിതം പരിശുദ്ധിയിൽ സ്നേഹത്തിൻ്റെതായിട്ട് മാറി, സ്നേഹത്തിൽ ആഴപ്പെട്ട് നമ്മൾ ഒന്നാകണം. അത് അദ്ദേഹത്തോട് ഈശോ പ്രാർത്ഥിക്കുന്നത്, നമ്മെപ്പോലെ അവർ ഒന്നാകാൻ. നാം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് അവർ പൂർണ്ണമായിട്ട് സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഈ ത്രിത്വിക ദൈവ ജീവിതത്തിന്റെ ഈ ഒരു സവിശേഷത ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും കൂട്ടായ്മയിലായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവത്തെ, ഞങ്ങളുടെ ദൈവമേ, എൻ്റെ ദൈവം ആയിട്ട് ദൈവത്തെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ദൈവം, ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ പ്രകടമാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.